തന്റെ തലയ്ക്ക് മുകളിൽ വളർന്നാൽ എത്ര ജനപ്രീതിയുള്ള നേതാവായാലും ശരി, ഒറ്റവെട്ടിനെ തീർക്കും. അതാണ് പിണറായി സ്റ്റൈൽ. KL 140 വണ്ടിയോട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. എല്ലാ ടേം വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുന്നിടത്ത് മറ്റൊരു മുഖ്യമന്ത്രി മുഖമായ ജനപ്രീതിയിൽ ഒരുപക്ഷെ പിണറായിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന KK ശൈലജയെ ഒതുക്കിയ കാഴ്ച നമ്മൾ ഈ വണ്ടിയോട്ടത്തിൽ കണ്ടു. ആദ്യം പറഞ്ഞു മത്സരിക്കേണ്ട എന്ന്, പിന്നെ പറഞ്ഞു മത്സരിക്കാമെങ്കിൽ അത് പേരാവൂർ മതിയെന്ന്. അങ്ങനെ പിണറായിയുടെ കടുംപിടുത്തത്തിൽ ശൈലജ വഴങ്ങുകയായിരുന്നു. ഭരണ തുടർച്ചയെന്ന ഏകലക്ഷ്യത്തിലേക്ക് CPM കണ്ണുവെച്ചപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവരക്തങ്ങൾക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും കടുത്ത നിരാശയാണ് പാർട്ടി സമ്മാനിച്ചത്. ഒരു വയസ്സൻ പാർട്ടിയായിട്ട് CPM മാറിയ കാഴ്ചയാണ് കാണാനായത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി തൊണ്ടകീറി വാദിക്കുന്നവരും AKG സെന്ററിലെ വിശ്വസ്തരുമായ പല പ്രമുഖ യുവ നേതാക്കളും ഇക്കുറി പുറത്താണ്. M സ്വരാജ, PM ആർഷോ, ചിന്താ ജെറോം തുടങ്ങിയ പ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കാത്തത് സൈബറിടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം വിട്ട രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ MV നികേഷ് കുമാറിനും ഇത്തവണ നിരാശ തന്നെയാണ് ഫലം. റിപ്പോർട്ടർ ചാനൽ വിടുമ്പോൾ നികേഷിന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ: കരുത്തുറ്റ ഇടത് സഹയാത്രികനായിരുന്ന രാഘവന്റെ മകനായ തന്നെ പാർട്ടി തഴയില്ല എന്ന്. പക്ഷേ തഴഞ്ഞു, ചവിട്ടിമരിച്ചു. അവസാനമായി പാർട്ടിയുടെ സൈബർ വിങ്ങിനെ നയിക്കാൻ നികേഷ് കുമാറിനെ ഏൽപ്പിച്ച ദൗത്യം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് വഴിമാറിയിരുന്നു. നികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ വിശ്വസ്തരായ മുതിർന്ന മാധ്യമപ്രവർത്തകർ സൈബർ ടീമിൽ നിന്നും കൂട്ടത്തോടെ പടിയിറങ്ങിയത് നികേഷിന് പാരയായി മാറി. ദേശാഭിമാനിയുടെ മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരനും K മോഹനൻ ദാസ്, ES സുഭാഷ് എന്നിവരടങ്ങുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘം നികേഷിനോടുള്ള അതൃപ്തി പരസ്യമാക്കി ടീം വിട്ടത് നികേഷിന് ദോഷം ചെയ്തു. താൻ കെട്ടിപ്പടുത്ത സൈബർ സംവിധാനം പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് അവകാശപ്പെട്ട നികേഷ് കുമാറിന് സ്വന്തം കൂടെയുള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ പരാജയമാണ് നൽകിയത്. പിണറായി നേരിട്ടായിരുന്നു സൈബർ വിങ്ങിനോട് നീരസം പ്രകടിപ്പിച്ചത്. തളിപ്പറമ്പിലായിരുന്നു നികേഷിനെ പരിഗണിച്ചിരുന്നത്. പക്ഷെ അവിടെ സ്വന്തം ഭാര്യ ഇറക്കി ഗോവിന്ദൻ നികേഷിനെ വെട്ടുകയായിരുന്നു. നികേഷിന് മാത്രമല്ല കടുംവെട്ട് കിട്ടിയിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി നിന്ന് എതിരാളികളെ നേരിടുന്ന പലരും പട്ടികയിൽ വെട്ടിനിരത്തപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, SFI നേതാക്കളായ PM ആർഷോ, M ശിവപ്രസാദ്, മുൻ വനിതാ കമ്മീഷൻ അംഗം ചിന്താ ജെറോം എന്നിവർക്കും സീറ്റ് ലഭിച്ചതേയില്ല. ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി എത്താറുള്ള KS അരുൺകുമാർ, JC തോമസ് എന്നിവരെയും ഇക്കുറി പരിഗണിച്ചിട്ടേയില്ല. ചാനലുകളിൽ പോയി പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും പലപ്പോഴും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നവർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന വികാരം ഒരു വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പാറ്റിത്തെളിഞ്ഞ പഴയ മുഖങ്ങളെ തന്നെ കളത്തിലിറക്കാനാണ് CPM തീരുമാനം. 75 സ്ഥാനാർത്ഥികളിൽ വെറും 13 പേർ മാത്രമായിരുന്നു പുതുമുഖങ്ങൾ. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തിയത് യുവ നേതാക്കളുടെ മോഹങ്ങൾക്ക് പാരയായി മാറി. മട്ടന്നൂരിൽ VK സനോജ് മാത്രമാണ് യുവ പ്രാതിഥ്യമായിട്ട് എടുത്തു പറയാവുന്ന പുതുമുഖം. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകുമെന്ന് ഏവരും കരുതി. പക്ഷേ അതും സംഭവിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ തെറ്റില്ലാത്ത പ്രാതിനിധ്യം നൽകിയിരുന്ന CPM പക്ഷേ ഇത്തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പതിവ് തെറ്റിച്ചു. അതിനുള്ള കാരണം ഭയമാണ്. ഭരണ തുടർച്ച കിട്ടില്ല എന്ന ഭയം. ഭരണ തുടർച്ചയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായപ്പോൾ സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്കവരും പഴയ മുഖങ്ങൾ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കാനുള്ള CPM തന്ത്രം പാർട്ടിയെ തന്നെ മുക്കുകയാണിപ്പോൾ. സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയുമായിട്ട് ഇവരെല്ലാം കൂട്ടത്തോടെ ഇറങ്ങിപ്പോയാലും ഇനി അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത്രത്തോളം അടിയൊഴുക്കാണിപ്പോൾ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്.